ഈ വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പവർ ആംപ്ലിഫയർ എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ് നോക്കി. പവർ ആംപ്ലിഫയർ ഈസ് എൻ ആംപ്ലിഫയർ യൂസ് ടു ജനറേറ്റ് ലാർജ് സിഗ്നൽ. ലാർജ് സിഗ്നൽ എന്ന് പറയുമ്പം അതിൻ്റെ വോൾട്ടേജ് കൂടുതലായിരിക്കാം, കറൻറ്റ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ പവർ കൂടുതലായിരിക്കാം. അങ്ങനെ ലാർജ് സിഗ്നൽ, ലാർജ് സ്ട്രെങ്ത്തുള്ള സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പവർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. പവർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു പവർ ട്രാൻസിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുക. പവർ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പം ഹൈ കറൻറ്റ് വിത്ഹെൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ടായിരിക്കും, സൈസ് കൂടുതലായിരിക്കും, പവർ കൂടുതലായിരിക്കും പവർ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കേസിൽ. അപ്പോൾ പവർ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുമ്പം പവർ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലാർജ് സ്ട്രെങ്ത്തുള്ള സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പവർ ആംപ്ലിഫയർ. അപ്പോൾ പവർ ആംപ്ലിഫയർ എത്ര തരത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട്, പിന്നെ ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട്, ആൻഡ് പോർഷൻ ഓഫ് ദ സൈക്കിൾ ഫോർ വിച്ച് ദ ട്രാൻസിസ്റ്റർ കണ്ടക്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പവർ ആംപ്ലിഫയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്താം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടക്ഷൻ ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അതിലുള്ള 3 ക്ലാസിഫിക്കേഷൻസാണ് ക്ലാസ് എ ആംപ്ലിഫയർ, ദെൻ ക്ലാസ് ബി ആംപ്ലിഫയർ. ഒരുപാട് ആംപ്ലിഫയേഴ്സ് വരുന്നുണ്ട്, എ ബി സി ഡി ഇ എസ് എന്നൊക്കെ പറഞ്ഞ് എ ബി അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നത് മെയിൻ ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻസാണ്, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി. ക്ലാസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഒരു ഫിഗർ നോക്കാം. ഈ ഫിഗറിൻ്റെ അകത്ത് എയും ബിയും സിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ഫിഗർ എ ബി സി 3 അതിൽ എ എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ ഇൻപുട്ട്സ് വോൾട്ടേജ് സെയിം ആണ്. 0 to പൈ, പൈ ടു 2π വരെ, 0 to പൈ വരെ പോസിറ്റീവ് സൈക്കിൾ, പൈ ടു 2π വരെ നെഗറ്റീവ് സൈക്കിൾ. അങ്ങനെ ഒരു ഫുൾ സൈക്കിളാണ് അവിടെ ഇൻപുട്ട് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കും, ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു സിമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിനെ നമുക്കൊരു ആംപ്ലിഫയറായിട്ട് ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഈ ഒരു ഫിഗറിന് ഒരു ലോജിക് സിമ്പിൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ആ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിന് V0 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്, ഈ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് Vin ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് V0. ഇനി ക്ലാസ് എ, ഇത് ക്ലാസ് എ ആൻഡ് ബി എന്ന് പറയുന്നത് ക്ലാസ് ബി, സി എന്ന് പറയുന്നത് ക്ലാസ് സി. ഇങ്ങനെയാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ് എയിൽ നോക്കിയേ 360 ഡിഗ്രിയും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടുന്നുണ്ട്. 360 ഡിഗ്രി കണ്ടക്ഷൻ നടക്കുന്നത് ഏതിൻ്റെ അകത്താണ്, ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ അകത്താണ്. നമ്മൾ പറഞ്ഞു പവർ ആംപ്ലിഫയറിന് ബേസ്ഡ് ഓൺ ദ കണ്ടക്ഷൻ ആംഗിൾ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ക്ലാസ് എ, ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി. ക്ലാസ് എ എന്ന് പറയുമ്പം അവിടെ 360 ഡിഗ്രി കണ്ടക്ഷൻ നടക്കുന്നു. ക്ലാസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും 0 to പൈ വരെ, എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് സൈക്കിളിൽ മാത്രമാണ് അവിടെ കണ്ടക്ഷൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിൾ 0 to പൈ അല്ലെങ്കിൽ പൈ ടു 2π, ഏതെങ്കിലും ഒരു സൈക്കിൾ, ഹാഫ് പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ, അപ്പോൾ ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമാണ് കണ്ടക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെന്ത് പറയാം, ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയാം. ദെൻ തേർഡ് വൺ ആണ് ലെസ് ദാൻ 180. നോക്കി, ഒരു ചെറിയ പൾസാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്, ലെസ് ദാൻ 180, ഒരു ചെറിയ പൾസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് സി ആംപ്ലിഫയർ. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഓർത്തു വെക്കാനുള്ളതാണ് 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ബേസ്ഡ് ഓൺ ദ കണ്ടക്ഷൻ ആംഗിൾ. ഇൻ ക്ലാസ് എ ആംപ്ലിഫയർ ദ ട്രാൻസിസ്റ്റർ കണ്ടക്ട്സ് ഫോർ 360 ഡിഗ്രി ആംഗിൾ. ക്ലാസ് ബി ആണെങ്കിലോ ട്രാൻസിസ്റ്റർ കണ്ടക്ട്സ് ഇൻ 180 ഡിഗ്രി, ആൻഡ് ക്ലാസ് സി ആണെങ്കിൽ ഇറ്റ് കണ്ടക്ട്സ് ലെസ് ദാൻ 180 ഡിഗ്രി. നമുക്കിനി അതിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. ക്ലാസ് എ ആംപ്ലിഫയർ ഈസ് എൻ ആംപ്ലിഫയർ ഇൻ വിച്ച് ദ ട്രാൻസിസ്റ്റർ ബയാസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് സച്ച് ദാറ്റ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ബയാസിങ്ങും അതേപോലെ തന്നെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഒക്കെ എങ്ങനെയാണ്, ഔട്ട്പുട്ട് കറൻറ്റ് ഫ്ലോസ് ഫോർ ദ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. ആ രീതിക്കാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഔട്ട്പുട്ട് കറൻറ്റ് 360 ഡിഗ്രിയും അവിടെ കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. ഇനി ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ an amplifier in which the transistor bias and amplitude of the input signal is such that the output current flows for only one half cycle of the input signal. വൺ ഹാഫ് സൈക്കിളിൽ മാത്രമേ അവിടെ കണ്ടക്ഷൻ നടക്കുന്നുള്ളൂ. ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംപ്ലിഫയർ ഇൻ വിച്ച് ദ ട്രാൻസിസ്റ്റർ ബയാസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് സച്ച് ദാറ്റ് ഔട്ട്പുട്ട് കറൻറ്റ് ഫ്ലോസ് ഫോർ ലെസ് ദാൻ ഹാഫ് സൈക്കിൾ. ഇപ്പോൾ ലെസ് ദാൻ ഹാഫ് സൈക്കിളാണ് കറണ്ട് ഫ്ലോ നടക്കുന്നതുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറയാം. നെക്സ്റ്റ് വണ്ണാണ് ക്ലാസ് എ ആംപ്ലിഫയർ. ഇനി ക്ലാസ് എയും ക്ലാസ് ബിയും ക്ലാസ് സിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ക്ലാസ് എ ആംപ്ലിഫയർ, ഈ ഒരു ആംപ്ലിഫയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കോമൺ എമിറ്റർ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ RC കപ്പിൾഡ് ആംപ്ലിഫയറൊക്കെ നമ്മൾ പഠിച്ചത് അതേപോലെ തന്നെയാണ് ഈ ആംപ്ലിഫയർ ഇരിക്കുന്നത്. വർക്കിംഗ് എല്ലാം സെയിം ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് പവർ ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നൽ VS വോൾട്ട് റേഞ്ചിലാണ്. ഇപ്പം നമ്മുടെ RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ അകത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന വോൾട്ട് എന്ന് പറയുമ്പോൾ മില്ലി വോൾട്ട് റേഞ്ചിലാണ്. ലോ വോൾട്ട് സിഗ്നൽസാണ് അവിടെ കൊടുക്കുന്നത്. ക്ലാസ് എ ആംപ്ലിഫയർ ആകുമ്പം ഹൈ വോൾട്ട് സിഗ്നൽസാണ് കൊടുക്കുന്നത്. മാത്രമല്ല പവർ ട്രാൻസിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ പവർ ഔട്ട്പുട്ട്. നോക്കിയേ, നമ്മൾ ഇതിൻ്റെ AC ലോഡ് ലൈനാണ് വരച്ചിട്ടുള്ളത്. ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ക്യൂ പോയിൻ്റ് ഇവിടെ വരുന്നത് സെൻറ്റർ ഓഫ് ദ AC ലോഡ് ലൈനാണ്. ആ ക്യൂ പോയിൻ്റ് നമുക്കറിയാം കളക്ടർ കറൻറ്റും അതേപോലെ തന്നെ കളക്ടർ എമിറ്റർ വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂ പോയിൻ്റ്. ഇവിടെ VCEQ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ പോയിൻ്റ് അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ICQ മീനിങ് ചെയ്യുന്നത് ആ ക്യൂ പോയിൻ്റ് എന്നുള്ളത് കാണിക്കാനാണ്. ഇനി സെൻറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യൂ പോയിൻ്റ് AC ലോഡ് ലൈനിൻ്റെ സെൻറ്ററിലാണ്, എന്ന് വെച്ചാൽ ആക്റ്റീവ് റീജിയൻ്റെ സെൻറ്ററിലാണ് ക്യൂ പോയിൻ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ അതേപോലെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഡിസ്റ്റോർഷൻസ് ഒന്നും വരുന്നില്ല. അപ്പം ഈ ഒരു സിഗ്നലിൻ്റെ കറൻറ്റ് വേരി ചെയ്യുന്ന എവിടെ നിന്നാണ്? ഇവിടെ നോക്കിയാൽ 0 to 2 ICQ എന്ന് വെച്ചാൽ ഇത്രയും വരുന്ന വാല്യൂ ICQ ആണ്. ദെൻ അങ്ങോട്ടേക്ക് വീണ്ടും ICQ വരുമ്പോൾ എത്ര വരും? 2 ICQ. അപ്പം ആ കറൻറ്റ് കളക്ടർ കറൻറ്റ് വെരി ചെയ്യുന്ന എവിടുന്നോട്ട് എവിടം വരെ വെരി ചെയ്യും? ഇവിടുന്ന് 0 to ICQ, പീക്ക് വാല്യൂ ICQ, ദെൻ എഗെയിൻ നെഗറ്റീവ് സൈഡിലേക്കും പീക്ക് വാല്യൂ ICQ, മൊത്തം 2 ICQ. ആ റേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ടർ കറൻറ്റ് വെരി ചെയ്യുന്നുണ്ട്. സിമിലർലി കളക്ടർ വോൾട്ടേജ് എന്ത് ചെയ്യും? വെരി ചെയ്യും. ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും 0 to VCEQ, ദെൻ നെഗറ്റീവ് സൈഡിലേക്കും VCEQ. അപ്പോൾ പീക്ക് വോൾട്ടേജ് ആണ് VCEQ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിലേക്കും വരുമ്പോൾ 2 VCEQ വരും. അപ്പോൾ നമ്മുടെ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ സെൻറ്റർ ഓഫ് ദ ലോഡ് ലൈനിലാണ് അതിൻ്റെ ക്യൂ പോയിൻ്റ് എങ്കിൽ സിഗ്നൽ നമുക്ക് അതേപോലെ ഔട്ട്പുട്ടിൽ വരും. സപ്പോസ് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ ആ ലോഡ് ലൈനിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഡിസ്റ്റോർഷൻ നടക്കും. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ലാർജ് സിഗ്നൽ അതിൻ്റെ സൈസ് വെരി ലാർജ് ആവും തോറും എന്ത് ചെയ്യും? ഡിസ്റ്റോർഷൻസ്, ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻസും ഇതിൻ്റെ അകത്ത് വരാം. അപ്പം the amplifier in which the transistor bias and amplitude of the input signal is such that the output current flows for the complete cycle of the input signal. കംപ്ലീറ്റ് സൈക്കിളിൽ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറയാം. ദിസ് കണ്ടീഷൻ ഈസ് അച്ചീവ്ഡ് ബൈ ലൊക്കേറ്റിംഗ് ദ ക്യൂ പോയിൻറ്റ്. ക്യൂ എന്ന് പറയുമ്പം ക്യാപിറ്റലാണ്. ലൊക്കേറ്റിംഗ് ദ ക്യൂ പോയിൻറ്റ് സംവേർ നിയർ ദ സെൻറ്റർ ഓഫ് ദ ലോഡ് ലൈൻ ടു ഒബ്റ്റെയിൻ മാക്സിമം ഔട്ട്പുട്ട് സിഗ്നൽ. മാക്സിമം സിഗ്നൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ക്യൂ പോയിൻറ്റ് ഈ സെറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലോഡ് ലൈൻ. ഫ്രം ഫിഗർ ഐഡിയലി ദ കളക്ടർ കറൻറ്റ് വേരീസ് ഫ്രം ഇറ്റ്സ് ക്യൂ പോയിൻറ്റ് വാല്യൂ ടു ഇറ്റ്സ് സാച്ചുറേഷൻ വാല്യൂ. ക്യൂ പോയിൻറ്റ് വാല്യൂ ഇതിനകത്ത് എവിടുന്നോട്ട് എവിടെ വരെ വരുന്നുണ്ട്? to its saturation value and down to its cutoff value. Then characteristics of class A amplifier. ഈ class A amplifierൻ്റെ characteristics എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. The output current flows during the entire cycle of AC input signal. നമുക്കറിയാവുന്നതാണ്. Second one, operation of the amplifier is restricted to central region of load line. Large signal causes amplitude distortion. ഇപ്പോൾ പറഞ്ഞു
അതിൻ്റെ വർക്കിംഗ് റീജിയൻ എന്ന് പറയുന്നത് ലോഡ് ലൈൻ്റെ സെൻട്രൽ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് നടക്കും? ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ, അല്ലെങ്കിൽ ലാർജ് സിഗ്നൽ വന്നാലും ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻസ് നടക്കാം. സിൻസ് ഓപ്പറേറ്റ് ഓവർ ലീനിയർ റീജിയൻ ഔട്ട്പുട്ട് ഈസ് സിമിലർ ടു ഇൻപുട്ട്. ലീനിയർ റീജിയനിൽ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയനിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിമിലർ ടു ഇൻപുട്ടാണ്. അപ്പം ദ എ സി പവർ ഔട്ട്പുട്ട് പെർ ആക്റ്റീവ് ഡിവൈസ് ഈസ് സ്മോളർ ദാൻ ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി. അപ്പം എ സി പവർ ഔട്ട്പുട്ട് ഓരോ ആക്റ്റീവ് ഡിവൈസ് വഴി പവർ ഔട്ട് ചെയ്യുന്ന എ സി സിഗ്നൽ എന്ന് പറയുമ്പം സ്മോളാണ്. മാക്സിമം പോസിബിൾ ഓവറോൾ എഫിഷ്യൻസി വിത്ത് സീരീസ് ഫെഡ് റെസിസ്റ്റീവ് ലോഡ് ഈസ് 25%. മാക്സിമം പോസിബിൾ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? 25% ആണ്. നമ്മൾ ഓവറോൾ എഫിഷ്യൻസിയൊക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. പെർഫോമൻസ് പാരാമീറ്റേഴ്സിനകത്ത് നമ്മൾ ഓവറോൾ എഫിഷ്യൻസി പറഞ്ഞിരുന്നു. എന്താണ് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓവറോൾ എഫിഷ്യൻസി ഈസ് ദ റേഷ്യോ ഓഫ് AC power delivered to load by power supplied by the DC source. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. മാക്സിമം പോസിബിൾ കളക്ടർ എഫിഷ്യൻസി ഫോർ എ സീരീസ് ഫെഡ് റെസിസ്റ്റീവ് ലോഡ് ഈസ് 50%. കളക്ടർ എഫിഷ്യൻസി പറയുന്നുണ്ട്. കളക്ടർ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് AC പവർ ഡെലിവേർഡ് ടു ലോഡ് ബൈ പവർ സപ്ലൈഡ് ബൈ ദ DC സോഴ്സ് ടു ദ ട്രാൻസിസ്റ്റർ. നേരത്തെ നമ്മൾ പറഞ്ഞെന്താണ്? ടോട്ടൽ പവർ സപ്ലൈഡ് ബൈ ദ ആയിരുന്നു സോഴ്സ് ഡിനോമിനേറ്ററിൽ വന്നത്. ഇവിടെ പവർ സപ്ലൈഡ് ബൈ ദ DC സോഴ്സ് ടു ദ ട്രാൻസിസ്റ്റർ. അതാണ് നമ്മൾ കളക്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം കളക്ടർ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC പവർ ഡെലിവേർഡ് ടു ലോഡ് ഡിവൈഡഡ് ബൈ പവർ supplied by the DC source to the transistor. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കളക്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം കളക്ടർ എഫിഷ്യൻസി ഈ ക്ലാസ് എ ആംപ്ലിഫയർ റെസിസ്റ്റീവ് ലോഡ് ആവുന്ന കേസിൽ 50% ആണ്. ഓവറോൾ എഫിഷ്യൻസി റെസിസ്റ്റീവ് ലോഡ് ആവുന്ന സമയത്ത് 25%. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് ആംപ്ലിഫയർ ആണ് ക്ലാസ് ബി ആംപ്ലിഫയർ. ക്ലാസ് ബി ആംപ്ലിഫയർ നമുക്കറിയാം, the amplifier in which the transistor bias and amplitude of the input signal is such that the output current flows for only 1/2 cycle of the input signal. This condition is achieved by setting the Q point at cutoff. അപ്പം നമുക്ക് 180 ഡിഗ്രി കണ്ടക്ഷൻ നടന്നാൽ മതി. അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മളതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ 180 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യാൻ കട്ട് ഓഫ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യും. കട്ട് ഓഫ് ദ ലോഡ് ലൈനിൽ. അപ്പോൾ വിത്ത് നോ ഇൻപുട്ട് സിഗ്നൽ ട്രാൻസിസ്റ്റർ ഈസ് ബയാസ്ഡ് അറ്റ് കട്ട് ഓഫ്. അറ്റ് ദിസ് പോയിന്റ് ദർ ഈസ് നോ കറണ്ട് ഫ്ലോ ത്രൂ ദ ട്രാൻസിസ്റ്റർ ആൻഡ് ഹെൻസ് നോ പവർ ഈസ് dissipated by the transistor. When the signal is applied, transistor handles an average current which increases it for large input signal. അപ്പം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഒരു പൾസാണ് നമുക്ക് എവിടെ കിട്ടുന്നത്? ഔട്ട്പുട്ടിൽ വരുന്നത്. കളക്ടർ കറൻറ്റ് കണ്ടോ? ഒരു പൾസ്. അതേപോലെ തന്നെ കളക്ടർ എമിറ്റർ വോൾട്ടേജും ഒരു പൾസ്. കാരണം എന്താണ്? കട്ട് ഓഫിലാണ് വർക്ക് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്ലാസ് ബി ആംപ്ലിഫയർ നമുക്കറിയാവുന്ന പോലെ തന്നെ ഔട്ട്പുട്ട് കറൻറ്റ് ഫ്ലോസ് ഫോർ 1/2 cycle ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. ട്രാൻസിസ്റ്റർ ഡിസിപ്പേറ്റ് നോ പവർ വിത്ത് സീറോ ഇൻപുട്ട് സിഗ്നൽ ആവുന്ന സമയത്ത് നോ പവർ ഡിസിപ്പേഷനാണ് നടക്കുന്നത്. ഹവർ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അവിടുത്തെ പവർ ഡിസിപ്പേഷനും കൂടും. ക്ലാസ് ബി ആംപ്ലിഫയറിൻ്റെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 78.5%. എഫിഷ്യൻസി അങ്ങ് കൂടി, 78.5%. ദെൻ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. ക്ലാസ് ബി ആംപ്ലിഫയർ മാത്രം പറയാണ്ടിരിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ക്ലാസ് ബി ആംപ്ലിഫയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞു ട്രാൻസിസ്റ്റർ കട്ട് ഓഫിൽ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ട്രാൻസിസ്റ്റർ കട്ട് ഓഫിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ പൾസാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുമ്പോൾ അതിന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു പൾസ് മാത്രം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് ആണ്.
അവിടെ ഡിസ്റ്റോർഷൻ കൂടുതലാണ്. ഇനി നമുക്കൊരു 2 ട്രാൻസിസ്റ്റർ, അപ്പോൾ ഈ ഡിസ്റ്റോർഷൻസ് കൂടുന്ന കേസിൽ നമുക്ക് അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ മീൻസ് ക്ലാസ് ബി ആംപ്ലിഫയറിനെ പുഷ് പുൾ ആയിട്ട് അറേഞ്ച് ചെയ്യും. പുഷ് പുൾ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ട്രാൻസിസ്റ്റേഴ്സിനെ യൂസ് ചെയ്യും. ഇപ്പോൾ ഓരോ ട്രാൻസിസ്റ്ററും എന്ത് ചെയ്യും, കട്ട് ഓഫിൽ ഓപ്പറേറ്റ് ചെയ്യും. മീൻസ് അത് ഒരു സിംഗിൾ പൾസാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരിക ഓരോ ട്രാൻസിസ്റ്ററിനെയും. അങ്ങനെ 2 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്ത് പൾസ് ജനറേറ്റ് ചെയ്ത് ആ പൾസിനെ കമ്പൈൻ ചെയ്യും. ആ അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുക, പുഷ് പുൾ അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യും, സെക്കൻഡ് ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. നെക്സ്റ്റ് സിഗ്നൽ വരുന്ന സമയത്ത് സെക്കൻഡ് ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും, ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ പുഷ് പുൾ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ, ഇപ്പോൾ ക്ലാസ് ബി ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെടുക്കുന്നത്, ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. ഇപ്പോൾ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടാണ് ഈ തന്നിട്ടുള്ളത്. ഇൻപുട്ട് സിഗ്നൽ നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കും, സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആയിട്ടുള്ള T1. ഇവിടെ T1 എന്ന് പറയുന്നത് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറാണ്. അതേപോലെ തന്നെ T2 എന്ന് പറയുന്നത് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ 2 ട്രാൻസ്ഫോമേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, T1 T2. T1നെ ഫേസ് സ്പ്ലിറ്റർ എന്ന് പറയും. എന്ന് വെച്ചാൽ അതിൻ്റെ ഫേസിനനുസരിച്ച് അതെന്ത് ചെയ്യും, സിഗ്നൽസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ ഫേസ് സ്പ്ലിറ്റർ എന്ന് വിളിക്കും. ദെൻ Q1 Q2 എന്ന് പറയുന്ന 2 ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്. T2 എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിന് T1ൻ്റെ അല്ലെങ്കിൽ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഇൻപുട്ട് ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ പ്രൈമറിയിലേക്ക് കൊടുക്കും. ആ പ്രൈമറിന്ന് എന്ത് ചെയ്യും, അതിനനുസരിച്ച് സെക്കൻഡറിയിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഇപ്പോൾ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് സൈക്കിൾ വർക്കിംഗ് എന്താണെന്ന് നമ്മൾ പറയാം. ആദ്യം കൺസ്ട്രക്ഷനാണ് പറഞ്ഞത്. 2 ട്രാൻസിസ്റ്റർ ഉണ്ട്, 2 ട്രാൻസ്ഫോമർ ഉണ്ട്, ദെൻ DC വോൾട്ടേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നോക്കിയേ, ഈ Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ദെൻ അതിൻ്റെ കളക്ടർ കണക്ട് ചെയ്തിട്ടുള്ള എങ്ങനെയാണ്, ഇങ്ങനെ വന്ന് VCCയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ Q1ൻ്റെ ബേസ് എങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, T1ൻ്റെ സെക്കൻഡറിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ നോക്കുക, എമിറ്റർ എന്ത് ചെയ്തു, ഗ്രൗണ്ട് ചെയ്തു അല്ലേ, എമിറ്റർ ഗ്രൗണ്ട് ചെയ്തു. കളക്ടർ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, VCCയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ഫോമിലിരിക്കും, നമ്മുടെ ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഈ ഒരു ഫോമിലല്ലേ ഇരിക്കുന്നത്. ഇതിന് ഇവിടെ VCC, ദെൻ ബേസ്, ഇവിടെ എമിറ്റർ എന്ത് ചെയ്തു, കളക്ടർ എമിറ്റർ ബേസ്, കളക്ടറിലേക്ക് VCC, എമിറ്റർ ഗ്രൗണ്ട് ചെയ്തു, ബേസിലേക്ക് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ ബേസിലേക്ക് വോൾട്ടേജ് വരുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ എന്താവും, ഓൺ ആവും. കാരണം VCC വഴി ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ VCC വഴി ഇങ്ങനെ കറണ്ട് ഫ്ലോ നടക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ നോക്കാം. കൺസ്ട്രക്ഷൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ പോസിറ്റീവ് സൈക്കിൾ വരുന്ന സമയത്ത്, പോസിറ്റീവ് സൈക്കിൾ എന്ന് പറയുമ്പം ഇത്രയും പോർഷൻ അതെത്തുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ ഇൻപുട്ടിലേക്ക് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടെ സെക്കൻഡറിയിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് പൾസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, Q1 ഓൺ ആവും. Q1 ഓൺ ആയിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഇതുവഴി കറണ്ട് ഫ്ലോ നടക്കും. കറണ്ട് ഫ്ലോ നടന്ന് എമിറ്റർ വഴി ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു, നമുക്കിവിടെ ഒരു പൾസ് കിട്ടി. ഇവിടെ കണ്ടില്ലേ ഒരു പൾസ് മാർക്ക് ചെയ്തിട്ടുള്ളത്, അത് Q1ൻ്റെ ഔട്ട്പുട്ടിൽ ഒരു പൾസ് വന്നു, അതാണ് പോസിറ്റീവ് പൾസ്. ഇവിടെ തിരിച്ച് കാണിക്കാൻ കാരണം എന്താണ്, 180 ഡിഗ്രി അവിടെ ഷിഫ്റ്റ് വന്നു. ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ 180, ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് 180 ഡിഗ്രി ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ദെൻ നമ്മുടെ നെഗറ്റീവ് സൈക്കിൾ വരികയാണ് അടുത്ത കേസിൽ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ അല്ലേ വരുന്നത്, അപ്പോൾ ഇവിടെ Q2ലെ ബേസിലേക്ക് വോൾട്ടേജ് എത്തി. Q2ൻ്റെ ബേസിൽ വോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും, Q2 ഓൺ ആവും. ഫസ്റ്റ് കേസിൽ പോസിറ്റീവ് സൈക്കിൾ വരുന്ന സമയത്ത് Q1 ഓൺ ആണ്, ആ സമയത്ത് Q2 എന്താണ്, ഓഫാണ്. നെഗറ്റീവ് സൈക്കിൾ വരുന്ന സമയത്ത് Q2 ഓണായി, Q1 എന്താണ്, ഓഫ്. അറ്റ് എ ടൈം ഒരു ട്രാൻസിസ്റ്ററെ വർക്ക് ചെയ്യുള്ളൂ. Q1 ഓൺ അല്ലെങ്കിൽ Q1 ഓൺ ആകുമ്പോൾ Q2 ഓഫ്, Q2 ഓൺ ആകുമ്പോൾ Q1 ഓഫ്. അപ്പോൾ Q2 ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, VCC വഴി കറണ്ട് ഫ്ലോ, ഇങ്ങനെ കറണ്ട് ഫ്ലോ നടന്നു. കറണ്ട് ഫ്ലോ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഔട്ട്പുട്ട് കിട്ടും, ഇതിൻ്റെ കളക്ടറിൽ ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് കാണാൻ പറ്റും 180 ഡിഗ്രി ഷിഫ്റ്റ് നടന്നു. ഇനി ഇത് രണ്ടും നമുക്ക് എവിടെയാണ് വരുന്നത്, ഈ 2 പൾസസും ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലുണ്ട്. അതെന്ത് ചെയ്യും, അതിൻ്റെ
ഈ പോർഷനിൽ അത് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ആ വോൾട്ടേജ് നമുക്ക് എവിടെ കിട്ടും? RL വഴി, ലോഡ് റെസിസ്റ്റർ വഴി നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നൽ ഇങ്ങനെ വരും. ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കിനി അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇൻ ക്ലാസ് ബി ആംപ്ലിഫയർ, ട്രാൻസിസ്റ്റർ കണ്ടക്ട്സ് ഫോർ 1/2 സൈക്കിൾ ആൻഡ് റിമെയിൻ ഓഫ് ഡ്യൂറിങ് അനദർ ഹാഫ് സൈക്കിൾ. ഫിഗർ ഷോസ് എ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. പുഷ് പുൾ ആംപ്ലിഫയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. The circuit consists of two center tap transformers T1 and T2 and two identical transformers Q1 and Q2. Transformer T1 is an input transformer and is called phase splitter. It is required to produce two input signals which are 180 degree out of phase with each other. These two signals with opposite polarity drive the input of transistor Q1 and Q2. T2 is an output transformer which couple the AC output signal from collector to load. Working on it during positive half cycle of input signal, base of Q1 എന്താണ്? Positive and that of Q2 negative. As a result of this, Q1 conduct and Q2 off. During negative half cycle, Q1 off and Q2 conduct. Each transistor handles 1/2 of the input signal. നമ്മൾ കണ്ടു, ഓരോ ട്രാൻസിസ്റ്ററും ഒരു ഹാഫാണ് ഹാൻഡിൽ ചെയ്യുന്നത്. Then the output transformer എന്ത് ചെയ്യും? Join these two halves and produce a full sine wave in the load resistor. ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ആണ് ഇത് രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്ത് ഫുൾ സിഗ്നൽ നമുക്ക് ലോഡ് റെസിസ്റ്ററിൽ കിട്ടുന്നത്. ഹവർ ദ ജോയിനിങ് ഓഫ് ദി ഔട്ട്പുട്ട് ഓഫ് ടു ട്രാൻസിസ്റ്റർ ഈസ് നോട്ട് പെർഫെക്റ്റ്. നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും അത് പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിൽ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടായിരിക്കും. ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ അവിടെ നടക്കും. നമ്മളത് പഠിക്കുന്നുണ്ട്. Class B push-pull amplifier is also known as double-ended Class B amplifier. Class B push-pull amplifier നമുക്ക് എന്ത് വിളിക്കാം? Double-ended Class B amplifier. ഇത്രയാണ് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിനെ കുറിച്ച് പഠിക്കാനുള്ളത്.